കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ ചൂരൽമല എന്ന പ്രദേശത്തും മുണ്ടക്കൈ എന്ന പ്രദേശത്തും സംഭവിച്ചത്. അവിടെ നാനൂറിലധികം മനുഷ്യജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും എന്തെല്ലാം പരിഹാര മാർഗങ്ങൾ പറഞ്ഞാലും എന്തെല്ലാം വാരിക്കോരി കൊടുത്താലും ഈ നഷ്ടപ്പെട്ട ജീവനൊന്നും തിരിച്ചു വരില്ല. നഷ്ടപ്പെട്ടതില്ല. അതിൽ മക്കൾ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും ഉണ്ട്, അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട മക്കളുണ്ട്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട സഹോദരങ്ങളുണ്ട്, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുണ്ട്, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവുണ്ട്, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകർ നഷ്ടപ്പെട്ട സഹപ്രവർത്തകരുണ്ട്, വിദ്യാർത്ഥികൾ നഷ്ടപ്പെട്ട അധ്യാപകർ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ, ഇങ്ങനെ വിവിധ മേഖലകളിൽ തുറകളിൽ ഉള്ളവർ ഈ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഈ അത്യാഹിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ലജ്ജാകരമാണ്. കേന്ദ്ര ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു, അല്ലെങ്കിൽ ആ മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ താമസിച്ചു പോയി, അപ്പോൾ ഇവിടെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് സംസ്ഥാനവും, അതല്ല ദുരന്തത്തിന് 3-4 ദിവസങ്ങൾക്ക് മുമ്പേ മുന്നറിയിപ്പ് നൽകിയതാണെന്ന് കേന്ദ്രവും, അതല്ല 30-ാം തീയതി രാവിലെയാണ് ആ മുന്നറിയിപ്പ്, ആ സിഗ്നൽ കിട്ടിയതെന്ന് സംസ്ഥാനവും പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലിനാണ് അവർ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത്. ഇവിടെ അങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളല്ല ആവശ്യം. ഇതിന്റെ കുറ്റങ്ങൾ ആർക്കാണ്, തെറ്റുകൾ എവിടെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനുള്ള സമയമുണ്ട്. ഇപ്പോൾ ആ ദുരന്തത്തിൽ നിന്നും അവിടെ ഉടയവർ നഷ്ടപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്നവരുടെ വേണ്ടപ്പെട്ടവരുടെ ഭൗതിക ശരീരമെങ്കിലും മണ്ണിനടിയിൽ നിന്നും കിട്ടുമോ എന്ന് ശ്രമിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ അവിടെ 2 പ്രദേശം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. അവിടെ ആ പ്രദേശങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് പഴയ പോലെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ വരുന്ന ആളുകളിൽ സ്വീകരിക്കും എന്ന് വിശ്വസിക്കാം. അപ്പോഴും ഇതിവിടെ ഉണ്ടാവാനിടയായ ഭൗതിക സാഹചര്യം അത് കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 4-5 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും, അതല്ല 30-ാം തീയതി രാവിലെയാണ് ആ മുന്നറിയിപ്പ് ലഭിക്കുന്നതെന്ന് കേരളവും പറയുമ്പോൾ, മുന്നറിയിപ്പ് കേന്ദ്രവും കേന്ദ്രമല്ലാതെ ഉള്ള ചില ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ചേഞ്ച് എന്ന IPCC എന്ന സംഘടന 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ പ്രകൃതിക്ഷോഭം അതിരൂക്ഷമായി ഉണ്ടാവുമെന്നും അതിന്റെ നാശനഷ്ടങ്ങൾ വലുതായിരിക്കുമെന്നും മനുഷ്യജീവന് ഹാനികരം അല്ലെങ്കിൽ മനുഷ്യജീവൻ ഇല്ലാതാക്കുന്ന നിലയിലുള്ള ദുരന്തമായിരിക്കും ആ പ്രകൃതിക്ഷോഭത്തോടെ ഉണ്ടാകുന്നതെന്നും അതിനുള്ള കരുതലുകൾ ഇപ്പോഴേ തുടങ്ങണമെന്നും IPCC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് നിഷേധിക്കാൻ ആർക്കുമാവില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന IPCC ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് എന്ന സംഘടന, ആ സംഘടന തന്ന മുന്നറിയിപ്പ് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതുപോലെ തന്നെ ചെറുതും വലുതുമായ മുന്നറിയിപ്പുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്.
അവിടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി എഴുതിയ കവിത, വരാൻ പോകുന്ന ആപത്തിനെ അതിശക്തമായി പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കവിത. ആ കുട്ടി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതുപോലെ തന്നെ വയനാടിനെ കുറിച്ച് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിലെ ഒരു മലയാള അധ്യാപകൻ, ആർ ഗോപിനാഥൻ എന്ന മലയാള അധ്യാപകൻ, ആ ഗോപിനാഥൻ എഴുതിയ ഒരു ലേഖനത്തിൽ, കേരളമതിയിലാണെന്നാണ് എന്റെ ഓർമ്മ, ആ ലേഖനത്തിൽ ചൂരൽമലയെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാൻ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആ ലേഖനത്തിൽ വ്യക്തമായി അത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി സൂചനകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ടൂറിസം വകുപ്പിന്റെ കണക്ക് പ്രകാരം 98 അനധികൃത റിസോർട്ടുകൾ വയനാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ 2 ഇരട്ടിയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറെ വസ്തുത. ഈ അനധികൃത റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നതിന് ഉള്ള തടസ്സമില്ലാതാക്കിയതാരാണ്? ഏതെല്ലാം? അതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കെന്താണ്? അതിൽ ജനപ്രതിനിധികളുടെ പങ്കെന്താണ്? അതിൽ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കെന്താണ്? പ്രാദേശിക നേതാക്കളുടെ പങ്കെന്താണ്? ജില്ലാ നേതാക്കളുടെ പങ്കെന്താണ്? സംസ്ഥാന നേതാക്കളുടെ ആരെങ്കിലും പങ്കതിനകത്തുണ്ടോ എന്നും ഉണ്ടോ? ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പണത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് മനുഷ്യർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്ത് വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്താലും ആ പണം ഉണ്ടാകുമ്പോൾ ആ ആക്ഷേപങ്ങളെല്ലാം ഇല്ലാതാകുമെന്നുള്ള ഒരു വിശ്വാസം അത് ജനങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ പണത്തിന് വേണ്ടി ചില തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ കോറികൾ, ഈ കോറികളുടെ ഇത്രയും ഒരു ചെറിയ ജില്ല, കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ജില്ലയാണ് വയനാട്. അത് ഇന്ത്യയിലെ പിന്നോക്ക ജില്ലകളുടെ കണക്കിൽപ്പെടുന്ന ജില്ലയാണ് വയനാട്. പ്രകൃതി വാരിക്കോരി കൊടുത്തിട്ടുള്ള ഒരു ജില്ലയും കൂടിയാണ്. ആ പ്രകൃതിക്ക് ദോഷകരമാകുന്ന വിധം മനുഷ്യർ പ്രവർത്തിക്കുമ്പോൾ ആ പ്രകൃതി തന്നെ തിരിഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന പ്രവണത അത് പ്രകൃതി ദത്താലുള്ളതാണ്. അതല്ലേ വയനാട്ടിൽ സംഭവിച്ചത്. അവിടെ അതുപോലെ തന്നെ റോഡ് ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് ഉള്ള റോഡുകൾ, കോറികളിലേക്ക് ട്രക്കറുകൾ പോകുന്നതിന് വേണ്ടിയുള്ള ഉള്ള റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നു. റിസോർട്ടിലേക്ക് വന്നു പോകുന്നതിന് വാഹനങ്ങൾ സുഗമമായി വന്നു പോകുന്നതിനുള്ള റോഡുകൾ. എന്തുകൊണ്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാതിരുന്നത്? അത് എന്തുകൊണ്ടാണ് ഫ്രീസറിൽ വെച്ചത്? ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്, വയനാട്ടിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല, പുതിയ റോഡുകൾ വെട്ടാൻ പാടില്ല, അവിടെ പ്രകൃതിക്ക് വിരുദ്ധമായി യാതൊരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല, അത് വലിയ ദുരന്തത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് എന്തിനാണ് മാറ്റിവെച്ചത്? ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് അത് മാറ്റിവെച്ചത്? ആരുടെയെല്ലാം ഇഷ്ടത്തിനനുസരിച്ച്, താല്പര്യത്തിന് അനുസരിച്ച്, ആരുടെ നിന്നെല്ലാം പണം വാങ്ങിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് മാറ്റിവെച്ചത്? അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വസ്തുതയാണത്. 2018 വയനാട് ദുരന്തമുണ്ടായപ്പോൾ, ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ, അവിടെ 1918 ആഗസ്റ്റ് 8-ാം തീയതിയാണ് അവിടെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായത്. ആ ദുരന്തത്തിന് ശേഷം അവിടെ സന്ദർശിച്ച മാധവൻ ഗാഡ്ഗിൽ പറഞ്ഞത്, അദ്ദേഹം ചൂരൽമല എടുത്തു പറഞ്ഞു, ഇനി ഒരു ദുരന്തം ഇവിടെ ഉണ്ടാവാൻ
കൂടുതൽ നാളുകൾ വേണ്ടി വരില്ല. 4-5 വർഷത്തിനുള്ളിൽ ഇതുപോലെയാണ് പ്രകൃതി ചൂഷണം മുന്നോട്ട് പോകുന്നെങ്കിൽ 4-5 വർഷത്തിനകം ഒരു മഹാദുരന്തം ഉണ്ടാവും. ആ ദുരന്തത്തോടനുബന്ധിച്ച് ചൂരൽമല ടൗൺ ഇല്ലാതാവും എന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. അതെന്തുകൊണ്ട് മുഖവിലേക്ക് എടുത്തില്ല? അതെന്തുകൊണ്ട് ഒരു കരുതൽ നടപടി എന്നോണം ഒന്നും ചെയ്തില്ല? ഇവിടെയെല്ലാം പണത്തിന്റെ കൊഴുപ്പ്, പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരം. ആ അഹങ്കാരത്തിന്റെ ഭാഗമായി ഏത് മാർഗം ഉപയോഗിച്ചും പണം അക്കൂട്ടത്തിൽ പ്രകൃതിയെ ചൂഷണം ചെയ്താലും ജനങ്ങളെ ചൂഷണം ചെയ്താലും ജനങ്ങൾക്ക് ആപത്തുണ്ടാകുന്ന നിലയിലായാലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന നിലയിലായാലും തങ്ങൾക്ക് പണമാണ് ആവശ്യം. ആ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന ഒരു നിലയിലേക്ക് നവ ലോകത്തിലെ മനുഷ്യർ മാറിയിരിക്കുന്നു. കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനം, അതായത് പ്രകൃതി മനോഹരമായ ഒരു ജില്ല, ആ ജില്ലയിലെ 2 പ്രദേശങ്ങൾ ചൂരൽമലയും മുണ്ടക്കയും ഇല്ലാതായ ഒരു സാഹചര്യം. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ നാമാവശേഷമായ അവസ്ഥ. അവിടെയുള്ള ജനങ്ങൾ, മനുഷ്യർ, വളർത്തുമൃഗങ്ങൾ എല്ലാം മണ്ണിനടിയിലായ അവസ്ഥ. 2018 ഉണ്ടായ ദുരന്തത്തിൽ, ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായവരെ എല്ലാവരെയും എടുക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അതിന്റെ ആ ഭൗതിക ശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ കാണും. ഇപ്പോഴത്തെ ഈ ദുരന്തത്തിലും മണ്ണിനടിയിൽ പോയ മനുഷ്യരെയെല്ലാം പൂർണ്ണമായ രീതിയിൽ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ അനുഭവം വെച്ചുകൊണ്ട് ഇതൊരു വലിയ പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കർശനമായ നടപടി എടുക്കുന്നതോടൊപ്പം അവിടെ നിയമവിരുദ്ധമായി അനധികൃതമായി റിസോർട്ടുകൾ പണിയുകയും പ്രവർത്തിക്കുകയും കോറികൾ പ്രവർത്തിക്കുകയും റോഡുകൾ വെട്ടുകയും ചെയ്തവരുടെ പേരിൽ നിയമപരമായ നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കണം. അവരെല്ലാം അതിൽ പ്രതിയാക്കണമെന്നാണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.